ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും നമ്മുടെ നേതാക്കളുടെയും ഒക്കെ ഈ വിഷയത്തിന് ശേഷം പറഞ്ഞതുപോലെ പാകിസ്ഥാനിലെ ആളുകൾ കാണിക്കുന്നത് പോലെ, നേതാക്കളൊക്കെ പറയുന്നത് പോലെ വെറുതെ വാചക കസർത്തൊന്നുമല്ല. വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞു വെച്ച് കഴിഞ്ഞു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, കൃത്യമായി തിരിച്ചു നൽകുമെന്ന രീതിയിൽ. ഇപ്പോഴത്തെ ഒരു മൗനം, ഡൽഹിയിലെ ഇപ്പോഴത്തെ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശക്തമായ നടപടിക്കുള്ള തുടക്കമായി താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായും ഇതിനെ ഞാൻ ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിട്ട് തന്നെയാണ് കാണുന്നത്. അതെങ്ങനെ, എപ്പോൾ, എവിടെ എന്നുള്ളതൊക്കെ നമുക്കത് അറിയില്ല. കാര്യം അത് അങ്ങേയറ്റം സ്ട്രാറ്റജിക് ആയിട്ടുള്ള രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇപ്പോൾ ഉറി സർജിക്കൽ സ്ട്രൈക്ക് നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അതേപോലെ തന്നെ ബാലക്കോട്ട്, ഇതെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷമേ അറിയുള്ളൂ. കാര്യം അതിൻ്റെ അകത്തൊരു സർപ്രൈസ്, ശത്രു പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത, ചിന്തിക്കാത്ത രീതിയിൽ ആ രീതിയിലായിരിക്കും അത് ചെയ്യുക. അത് വളരെ തന്ത്രപരമായിട്ട് തന്നെ ചെയ്യും. പിന്നെ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച അദ്ദേഹം, ജോസഫ് ആന്റണി, അദ്ദേഹത്തിന്റെ പേരെത്തായിരുന്നു, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് 100% യോജിപ്പാണ്. അതായത് ഇതിൻ്റെ സോഴ്സ് ആരാണോ ഇത് ചെയ്തത് അവരെ കണ്ടെത്തി നശിപ്പിക്കുക, അവരെ പണിഷ് ചെയ്യുക എന്നുള്ളത്, അവിടെ വരെ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കും. അപ്പം ഇതിൻ്റെ സോഴ്സ് ഏതാണെന്നോ ഇത് ആരാണെന്നോ ഇനി കണ്ടെത്താനൊന്നും ഇല്ല സാർ. അത് വളരെ ക്ലിയർ അല്ലേ ആരാണ് എന്താണ് എന്ന്. എത്രയോ പതിറ്റാണ്ടുകളായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവൂ? ഇപ്പൊ ഉറി പോലെ അല്ലെങ്കിൽ ബാലക്കോട്ട് പോലെ തിരിച്ചും ഇവിടെ ഒരു 10-30 പേര് മരിച്ചു, എന്നാൽ തിരിച്ചൊരു 50 പേരെ അങ്ങോട്ട് കൊന്ന് അത് സംഭവം അങ്ങോട്ട് തൽക്കാലം ഇത് ഇവിടെ നിർത്തി. ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. എത്ര കാലം നമുക്കിത് ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയും? 10-70 വർഷമായില്ലേ, ഒരു 3/4 നൂറ്റാണ്ടായി ഈ സാധനം ചുമന്നുകൊണ്ട് നടക്കുന്നു. ഇത് ഇനിയും രോഗകാരണത്തെ അല്ല ഇനി ചികിത്സിക്കേണ്ടത്, രോഗത്തെ തന്നെ പൂർണ്ണമായും എടുത്ത് കളഞ്ഞേ മതിയാകൂ. അത് കൃത്യമായ ഒരു ആ ക്യാൻസർ നീക്കം ചെയ്യാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. തൽക്കാലം ഒരു മുറിവ് വെച്ച് കെട്ടലുകൾ കൊണ്ട് കാര്യം നടക്കില്ല. ഇത് പൂർണ്ണമായും തീർത്തേ പറ്റുകയുള്ളൂ. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, ആ സോഴ്സ്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ ആർമിയുടെയും പാകിസ്ഥാൻ സർക്കാരിൻ്റെയും ആ രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പ്, ഒരു രാജ്യം എന്നുള്ള നിലയിൽ അതൊരു പരാജയപ്പെട്ട രാജ്യമാണ്, അതൊരു ഭീകര രാജ്യമാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ 100% ഇന്ത്യ വിരോധം എന്ന ആ ഒരു ഫിയർ മോങ്കറിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അകത്തൂടെ ഉണ്ടാക്കുന്ന ആ ഒരു സപ്പോർട്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും സംബന്ധിച്ചൊരു കാര്യമുണ്ട്, എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. പാകിസ്ഥാൻ അതിഭീകരമായ സാമ്പത്തിക ദുരന്തത്തിലാണ്. തകർന്ന എല്ലാ ഒരു രാജ്യമെന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ മേഖലയിലും അത് തകർന്നു. എക്കണോമിക്കലി തകർന്നു. ഇൻഫ്ലേഷൻ, ഭീകരമായ ഇൻഫ്ലേഷൻ. അരി കിട്ടാനില്ല, ഗോതമ്പ് കിട്ടാനില്ല, പച്ചക്കറി ഇല്ല. എന്തിന്, കുക്കിംഗ് ഗ്യാസ് പോലും പ്ലാസ്റ്റിക് കവറിൽ നിറച്ചുകൊണ്ട് പോകുന്ന ചില സീനൊക്കെ കണ്ടു നമ്മൾ അടുത്താണ്. അത്രമാത്രം ഭീകരമായ ഒരവസ്ഥയിൽ ജനങ്ങൾ മുഴുവനും തിരിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് പതിറ്റാണ്ടുകളായി ജനങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് പ്രയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രമുണ്ട്, ഈ ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കി വിടുക. അതിനുവേണ്ടി കരുതി കൂട്ടി അവർ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു പണിയാണ് ഈ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവർ ഞങ്ങൾ ആറ്റം ബോംബിടും, അവിടെ സിന്ധുവിലൂടെ രക്തപ്പുഴയൊഴുക്കും, അങ്ങനെ ചെയ്യും. ഇതെല്ലാം അവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ്. ആ ജനങ്ങളുടെ പിന്തുണ അവർക്ക് ആവശ്യമാണ്. അവർ ഈ പറഞ്ഞാൽ ഉറിയോ ബാലക്കോട്ടോ അങ്ങനെയുള്ള അതുപോലെയൊക്കെയുള്ള ഒരു ലിമിറ്റഡ് സ്ട്രൈക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ അത് പ്രതീക്ഷിക്കുന്നു. ഇത്രമാത്രം. അതുകൊണ്ട് തന്നെ അവരത് പ്രതീക്ഷിക്കാത്ത കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇന്ത്യക്ക് ചെയ്യാനുള്ളത്. നോക്കൂ, ഇത് തന്നെയായിരുന്നു ഈ ഹമാസ് ഇസ്രായേലിനോടും ചെയ്തത്. ഇത് നമുക്ക് കൃത്യമായിട്ട് പ്രതികരിക്കാം. ഇസ്രായേലിന് എങ്ങനെയാണോ ഗാസ മുനമ്പ്, ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യക്ക് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഗാസയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവരെന്തായിരുന്നു അന്ന് അവിടെ പ്രതീക്ഷിച്ചത്? എന്തിനായിരുന്നു അവർ അന്ന് ആ സ്ട്രൈക്ക് അവിടെ നടത്തിയത്, ആ ആക്രമണം അവിടെ നടത്തിയത്?
അറബ് രാജ്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഇസ്രായേലിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈവൻ സൗദി അറേബ്യ പോലും ഇസ്രായേലിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. UAE നയതന്ത്രബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ സ്വീകാര്യത മുസ്ലിം ലോകത്ത് ഏറി വരുന്നു. ഇത് അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് നടത്തി ഇസ്രായേലിനെ ഒരു യുദ്ധത്തിന്, ഒരു തിരിച്ചടിക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് ഈ അടുത്തുകൊണ്ടിരുന്ന, അങ്ങനെ ഇസ്രായേലിന് അനുകൂലമായി വന്നുകൊണ്ടിരുന്ന അറബ് ലോകത്തെ, മുസ്ലിം ലോകത്തെ ആ ഒരു യൂണിഫിക്കേഷൻ, അവരുടെ ആ ഒരു അത് ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. അവർ കുറെ പേരെ തട്ടിക്കൊണ്ടുപോയി, അവർ കുറെ നെഗോഷിയേറ്റ് ചെയ്യും, കുറെ പേരെ തിരിച്ചുവിടും, തിരിച്ചും അവർ ഗാസയെ കുറെ കൊണ്ട് ബോംബിടും, ഒരു 1-2 മാസം അങ്ങനെ നിൽക്കും, അത് അവസാനിക്കും. ഇത്രയും കാലം തുടർന്നു വന്നത് അങ്ങനെ. എന്നാൽ ഒരിക്കലും അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള തിരിച്ചടിയല്ല ഉണ്ടായത്. ഇസ്രായേല് ആ ഗാസയെ ചാരക്കൂനയാക്കിയിരിക്കുക. അതിൻ്റെ അകത്ത് സ്ത്രീകളും കുട്ടികളും സിവിലിയൻസും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഈ നിലനിൽപ്പ് പ്രശ്നമാകുമ്പോൾ, നിലനിൽപ്പിന് നേരെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ, നിലനിൽപ്പിന് നേരെയുള്ള ആക്രമണം വരുമ്പോൾ അവിടെ ഈ മനുഷ്യത്വവും മനസാക്ഷിയും ഒക്കെ സെക്കൻഡറി ആണ്. അത് അങ്ങനെയാണ്. കാര്യം നിലനിൽപ്പാണ് അവിടുത്തെ പ്രശ്നം. ഈ ലോകം മുഴുവനും അവർക്കെതിരെ തിരിഞ്ഞു. ഇസ്രായേലിനെതിരെ വലിയ ജനരോഷം ഉണ്ടായി. അവർക്കെതിരെ UN അസംബ്ലിയിൽ പ്രമേയങ്ങൾ വന്നു. അവർ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. കാര്യം ഈ ഹമാസ് എന്ന് പറയുന്ന ആ ഭീകരക്കൂട്ടത്തിനെ ഉന്മൂലനം ചെയ്യുക, അത് അവസാനത്തെ ഹമാസുകാരനെയും തീർത്തിട്ടേ അവരത് നിർത്തൂ. ഇത് ഇനിയും നമുക്കിത് ഇപ്പൊ ഇവിടെ ചെയ്തതിനൊരു പ്രതികാരം എന്നുള്ളതിന് പ്രതികാരമൊന്നും അല്ല വേണ്ടത്. ഇത് ഇനി ഉണ്ടാവരുത്. ഇത് എന്നേക്കുമായി അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ ആറ്റം ബോംബ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൂടെ, ആറ്റം ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാകിസ്ഥാൻ ഇങ്ങനെ പേടിപ്പിക്കും. കൃത്യമായ അവര് ഇന്ത്യ ഇട്ടുകൊടുത്ത ചൂണ്ടയിലായി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആറ്റം ബോംബ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒരുപക്ഷെ ഈ ലോക രാജ്യങ്ങളുടെ, ലോക സമൂഹത്തിനുള്ളിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, തിരിച്ചു വരാം ശ്രീ ജോസഫ് ആന്റണി. ഇവിടെ